അപ്പോൾ സാർ എനിക്ക് കറക്റ്റ് നമ്മളെ പല്ല് തേക്കേണ്ട ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ പല്ല് തേക്കേണ്ട മെത്തേഡ്, നമ്മൾ പല്ല് തേക്കേണ്ട മെത്തേഡ് പറയുമ്പോൾ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഇത് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിയ പേസ്റ്റുകൾ, പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്, സ്ട്രോൺഷ്യം, ഇങ്ങനെയുള്ള അളവുകൾ, ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ കൂടുതലുള്ള പേസ്റ്റ് നോർമൽ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. സാധാരണ ആളുകൾക്ക് അത് മനസ്സിലാവില്ല, നമ്മളങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ടൂത്ത് പേസ്റ്റുകൾ അത് ചിലപ്പോൾ കാണാൻ പറ്റും, ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിയ കുറേ പരസ്യങ്ങളുണ്ടല്ലോ പാക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് നോക്കി മേടിക്കുക. സെൻസഡൈൻ, അതെ അതുള്ള ആ കണ്ടന്റ് ഉള്ളത് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മുടെ ടൂത്തിൽ കേട് വരാതിരിക്കാൻ കൂടുതൽ ഗുണം ചെയ്യും. അങ്ങനത്തെ ഇനി നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യേണ്ട, ഇപ്പം ബ്രഷിന്റെ മീഡിയം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതാണ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതെ. അപ്പോൾ ഇനി ബ്രഷ് ചെയ്യേണ്ട ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക, ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷിന്റെ മേലേക്ക് നേരെ ഒരു വലിയ പീസ് ടൂത്ത് പേസ്റ്റ് വെക്കും, എന്നിട്ട് നേരെ പണ്ട് സുരേഷ് ഗോപി ഏതൊരു ഫിലിം ഉണ്ട്, ഏതെനിക്ക് ഓർമ്മയില്ല, എനിക്ക് ശരിക്കും ഇൻഫ്ലുവൻസ് ആയി. ഓനെ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്താലും ഇങ്ങനെ ഒറ്റ നീക്കില്ല, ഫുള്ള് ബ്രഷിനോട് നേരെ എടുത്ത് തേക്കും, വായിൽ ഫുള്ള് നമുക്ക് ആ ഒരു പത വരണം. അങ്ങനൊന്നല്ല, ഇല്ലില്ല, ഒരിക്കലില്ല. അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ കിങ് ലെയറിൽ മറ്റേ ട്യൂബിന്റെ സൈസ് കുറച്ച് സൈസ് കൂട്ടി ആ ഒരു എഫക്റ്റാ. അത് ശരിക്കും അത്രയും വലിയ സൈസ് പരസ്യത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ സൈസ് എടുത്ത് പോവാം. അപ്പൊ കൂടുതൽ പേസ്റ്റ് മാർക്കറ്റിംഗ് ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അങ്ങനെ നമ്മൾ ഒഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വെച്ചത് കൊണ്ട് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ കൂടുതൽ ഏതെങ്കിലും സൈഡിലേക്ക് അതങ്ങ് പോകും, പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ അത് കിട്ടില്ല. കൂടുതലും ശരിക്കും ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷിന്റെ ബ്രിസിൽസ്, അതായത് ആ നാരുകളുടെ ഇടയിലേക്ക് ഇത് ചേർത്ത് വെച്ചിട്ട് ഞെക്കണം, കുത്തി നമ്മളത് ചേർത്ത് വെക്കണം. പേസ്റ്റിന്റെ ലിഡ് നേരെ ചേർത്ത് വെച്ചിട്ട് ഞെക്കണം. ഞെക്കി കഴിയുമ്പോൾ ബ്രിസിൽസിന്റെ ആ നാരിന്റെ ഇടയിലേക്ക് ഇതിങ്ങ് നേരെ കയറിക്കോളും. അപ്പൊ അതിന്റെ അകത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് പതഞ്ഞു വന്നോളൂ. ഈ കാർ വാഷ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്, അവര് ഓയിൽ ഒഴിക്കുന്നത് ഈ ബ്രഷിലേക്ക് ഒഴിച്ചിട്ടാണ് കഴുകുന്നത്. ഒരിക്കലും അതിന്റെ മേലേക്ക് ചുമ്മാ ഒഴിച്ച് കഴുകുകയല്ല, അകത്തേക്ക് കറക്റ്റ് ഫ്ലോ ചെയ്തു നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. പിന്നെ ബ്രഷ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ പണ്ട് മുതൽ ചെയ്തു വരുന്നതും നേരെ, അതായത് ഹോറിസോണ്ടലായിട്ടുള്ള ഈ ബ്രഷിംഗ് ആണ് എല്ലാവരും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയല്ല ബ്രഷിങ് ചെയ്യേണ്ടത്, വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ല ചെയ്യേണ്ടത്. ശരിക്കും ശരിക്കും സ്ലാൻഡിങ് പൊസിഷൻ, അതിൽ കുറച്ചിങ്ങനെ ചിരിച്ചു വെക്കണം പല്ല്. ബ്രിസിൽസിന്റെ ഹാഫ്, അതായത് നാരിന്റെ പകുതി മോണയിലും ബാക്കി പകുതി പല്ലിലും നിൽക്കണം. അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇത് പല്ലാന്നാണെങ്കിൽ നമ്മൾ ബ്രഷ് വെക്കുമ്പോൾ ബ്രഷിന്റെ ഹാഫ് നാര്, പകുതി നാര് മോണയിലേക്കും വരണം, പകുതി നാര് പല്ലിലേക്കും വരണം. എന്നിട്ട് മീളിലേക്കും താഴത്തേക്കും ബ്രഷ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോമൺലി പണ്ട് മുതലേ ഇങ്ങനെ ശീലമാണ്. നമ്മളിപ്പം അത് പഠിപ്പിച്ചു റൗണ്ടിലും തേക്കണം. പല ടൈപ്പും മൂവ്മെന്റ്സ് ഉണ്ട്, ചാർട്ടഡ് മൂവ്മെന്റ്, ബാസ് മൂവ്മെന്റ്, മോഡിഫൈഡ് ബാസ് മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇത്തരത്തിലാണ്. നമ്മൾ ഹാഫ് ടൂത്തിലും വെച്ചിട്ട് ചിരിച്ച് സ്ലാൻഡ് 45 ഡിഗ്രി ആംഗിളിൽ ചിരിച്ച് വെച്ച് നമ്മളിങ്ങനെ മേളിലേക്ക് ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഫസ്റ്റ് ഒരു മാസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ച്. അപ്പൊ ആരും ചെയ്യാറുമില്ല, അത് കണ്ടിന്യൂ ചെയ്യാനും പലരും മടിക്കുന്നതും അതിന്റെ ഒരു മെത്തേഡ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ മോസ്റ്റ് എഫക്റ്റീവ് അതാണ്. കാരണം മോണയ്ക്ക് ഒരു മസാജ് കിട്ടും, മോണ ഹെൽത്തിയോ, മോണയുടെ അകത്തുള്ള അകത്തോട്ട് കയറി പോകും. ഇല്ലില്ല, മോണയുടെ അകത്തേക്ക് മീൻസ് മോണയുടെയും പല്ലിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് കയറും. അതിന്റെ അകത്തുള്ള ഫുഡിനെ എടുത്തോളൂ. ഒരിക്കലും മോണയുടെ അകത്തേക്ക് കയറില്ല. ഇല്ലില്ല, ഒരിക്കലും അങ്ങനത്തെ വേദന ഉണ്ടാവില്ല. വേദന അതെ, ആദ്യത്തെ ഇറിറ്റേഷൻ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴായാലും ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് ആ മെത്തേഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണം നമ്മുടെ വായിലുണ്ടാവും. കേരീസ് ഉണ്ടാവും. എൻ്റെ ഒറ്റപ്പല്ലും അടച്ചിട്ടില്ല അല്ലേ, നമുക്ക് ഈ മെത്തേഡ് അറിയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് ഒറ്റപ്പല്ലും അടയ്ക്കാത്തതെന്ന് അറിയില്ല. BDS പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് അറിയില്ല, അതുവരെ ആരും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ക്യാമ്പുകളും നമ്മൾ നടത്തുമ്പോൾ ഈ ബ്രഷിംഗ് മെത്തേഡ് നമ്മൾ മോഡൽസ് വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. പേഷ്യൻസിനും വരുന്ന ആളുകൾക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും വേണ്ടിയത് നമ്മൾ നാരിന്റെ അകത്തേക്ക് പേസ്റ്റ് ഇറക്കി വെച്ചിട്ട് 45 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത്. റോളിംഗ് മോഷൻ. എത്ര മിനിറ്റ് നമ്മൾ മിനിമം തേക്കണം? മിനിമം 2, മാക്സിമം 2 മിനിറ്റ്. മാക്സിമം 2 മിനിറ്റ് മതി. അത് മതി, ഒരു കാര്യമില്ല. നമ്മൾ 2 നേരം ഏതായാലും പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം അല്ലെങ്കിൽ മാക്സിമം നമ്മൾ 2 മിനിറ്റ് തേച്ചാൽ മതി. നമ്മൾ കൂടുതൽ നേരം തേച്ചുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഈ പേസ്റ്റ് നമുക്ക് പല ടൈപ്പില്ലേ, കുറച്ച് അതായത് പേസ്റ്റ് ടൈപ്പും ഉണ്ട്, ജെല്ല് ടൈപ്പും ഉണ്ട്. ഇതിലിട്ട് നല്ലത് ഏതാ? ഇപ്പൊ രണ്ടും നല്ലതാണ്. പേസ്റ്റും ജെൽ ടൈപ്പും നല്ലതാണ്. കണ്ടന്റ് ആണ് ഇമ്പോർട്ടന്റ്. കണ്ടന്റ്, അതിന്റെ ഉള്ളിലെ കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ്. കണ്ടന്റ്സ് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ്, സ്ട്രോൺഷ്യം കണ്ടന്റ്, ഫ്ലൂറൈഡ് കണ്ടന്റ്, ഈ 3 കണ്ടന്റും ആണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ ഇത് നമ്മൾ കണ്ടൻസ് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഫ്ലൂറൈഡ് കണ്ടന്റ് ആണ് മെയിൻ. നമ്മൾ കുട്ടികൾക്കൊക്കെ കൂടുതലും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിയ പേസ്റ്റ് വെച്ച് പല്ല് തേക്കണം. കാരണം അവരുടെ നമ്മൾ ഈ കോമൺലി കാണുന്ന പല ബ്രാൻഡുകളുണ്ടല്ലോ, അതിലൊക്കെ കോൾഗേറ്റ്, സെൻസോഡൈൻ, ഷൈൻ,
INM എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റുകളിലൊക്കെ പക്ഷേ സെൻസോഡൈൻ ഒക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവ്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ കോൾഗേറ്റിനാകെ ചെറിയ റേറ്റിൽ വരുന്നുള്ളൂ. ഉണ്ട്, കോൾഗേറ്റിന്റെ ഈ ഫ്ലൂറൈഡ് ആക്ടിവിറ്റി ഉള്ളതിനൊക്കെ റേറ്റ് കൂടുതലാണ്. അതെ, അപ്പോൾ അങ്ങനത്തെ പേസ്റ്റ് ആണ് നല്ലത്. നമ്മളിപ്പോൾ പറയുന്നത് റേറ്റ് കൂടിയ സാധനങ്ങളാണ്, ബ്രാൻഡഡ് സാധനങ്ങളാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്ന പോലെ തന്നെ റേറ്റ് കൂടിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയാണെന്നാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പല്ലിനകത്ത് എക്സ്പെൻസ് ഇറക്കേണ്ട ആവശ്യം. അതായത് എക്സ്പെൻസ് ഉള്ള ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എക്സ്പെൻസ് ട്രീറ്റ്മെന്റ് ഒഴിവാക്കി കളയാം. അതെ അതെ അതെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് നോർമൽ ടൂത്ത് പേസ്റ്റ് മേടിക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടുന്നത് 100 രൂപ ആവും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ.